ഹായ് ഹലോ നമസ്കാരം. ശക്തികളിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ അല്ല. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരുപാട് പേര് പല കാര്യങ്ങളായിട്ട് ഒരു സജഷൻ പോലെ പറയുന്നു. അതിൽ ഒരു കാര്യം, വീഡിയോ ചെയ്യുമ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റൂടെ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്നത്. നമ്മൾ പണ്ട് ഇക്കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളതാണ്. ശരിയാണ്, ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു സജഷൻ നല്ലതാണ്, സത്യമാണ് പറയുന്നത്. പക്ഷേ അതിന് കുറേ പരിമിതികളുണ്ടെന്നേ. എന്താണെന്നോ, നമുക്ക് കിട്ടുന്ന പ്ലാൻസിൻ്റെ റേറ്റിന് അനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തരും ഓരോ പ്ലാനും സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു പ്ലാന്റ് 700 രൂപയ്ക്ക് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് 750 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ബൾക്കായിട്ട് പ്ലാന്റ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. വലിയ ഹോം ഗാർഡനുള്ള വലിയ നഴ്സറി സെറ്റപ്പിൽ ബൾക്കായിട്ട് പ്ലാന്റ്സ് ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അവർ റേറ്റ് കുറച്ച് കൊടുക്കും. ഈ 700-ന് തരുന്ന പ്ലാന്റ് അവർക്ക് ചിലപ്പം 500-നും 600-നും കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് തീരെ കുറഞ്ഞ റേറ്റിൽ ആ കിട്ടുന്ന വിലയിൽ ഒരു 50 രൂപയുടെ കൂട്ടിയിട്ട് സെൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ കിട്ടുന്ന 700-ൻ്റെ കൂടെ 50 കൂടി ഇട്ട് 750 എന്ന് പറയുമ്പോൾ പലരും വന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ ചെടിക്ക് ഇത്രയും വില, ഇന്ന ഗാർഡനിൽ നിന്ന് ചെടി വാങ്ങിച്ചു, ഈ സെയിം ചെടിക്ക് തന്നെ വില കുറവാണ്, അങ്ങനെ ഒരു കമൻറ്റ് വരും. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് പലരും റെയർ പ്ലാന്റ്സിൻ്റെ പോലും റേറ്റ് പറയാത്തത്. കാരണം പലർക്കും പല റേറ്റിലാണ്, അത് എല്ലാ സെല്ലേഴ്സിനും അറിയാതെ പലർക്കും പല റേറ്റിലാണത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക. എത്ര വിലയുള്ള പ്ലാന്റ് ആയാലും അതിൻ്റെ കൂടെ ഒരു 50 രൂപ കൂടെ നമ്മൾ കൂട്ടിയിടും, എന്നിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു സജഷൻ പറഞ്ഞത്, ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും നമുക്ക്. ഒരാൾക്ക് ഞാൻ പറഞ്ഞു എപ്സം സോൾട്ട് ഇടുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അതെങ്ങനെ ഇടുക, നമ്മളൊരു 1/4 സ്പൂൺ ഇടുക, അപ്പോൾ ഏത് സ്പൂൺ എടുക്കണം, അത് അങ്ങനെ സംശയം പറയണതിന് കാരണം എന്താണെന്നോ, ചെടിയെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും അതിൻ്റെ സംശയങ്ങളുണ്ടാവും. ഭയങ്കര നമുക്ക് അത്രയും പേടിയാണ്, കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോവോ അഴുക്കാവോ ഇങ്ങനെയുള്ള പേടികൊണ്ടാണ്. അപ്പോൾ ഈ ഏത് ചെടിക്ക് നമ്മൾ വളപ്രയോഗങ്ങൾ നടത്തുമ്പോഴും ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രമേ വളമെടുക്കാവൂ. അതുപോലെ അഗ്ലോണിമ പോലെയുള്ള പ്ലാന്റ്സിന് ഒരു കാരണവശാലും ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് NPK പോലെയുള്ള വളങ്ങളാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ള മിശ്രിതങ്ങളൊന്നും ഈ അഗ്ലോണിമയുടെ ചോട്ടിൽ കൊണ്ടൊന്ന് തകർക്കരുത് കേട്ടോ, നമ്മുടെ ചെടി ചീഞ്ഞു പോകും. പിന്നെ ഒരു സജഷൻ ഒരാൾ പറഞ്ഞത്, എന്നും അഗ്ലോണിമയുടെ A to Z കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, എന്തുകൊണ്ട് കലേഡിയത്തിൻ്റെ ഒരു സംരക്ഷണ രീതിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നമുക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് കലേഡിയത്തിൻ്റെ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കൊരു നല്ല പനാമയുടെ ഒരു ബുഷി പോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും പനാമയുടെ ഈ പ്ലാന്റ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം. നമ്മുടെ നമ്പർ 8848296441, ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കണം കേട്ടോ. ഇത് ഗ്രീൻ പനാമയാണ് കേട്ടോ. ഗ്രീൻ പനാമ വളരെ റെയർ പ്ലാന്റ് ആണ്. ഗ്രീൻ പനാമ അങ്ങനെ അധികം ആരുടെ കയ്യിലും ഇല്ല. റെഡ് പനാമ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. റെഡ് പനാമ എവിടെ ഇരിപ്പുണ്ട് ഞാൻ കാണിക്കുക. ഇതാണ് റെഡ് പനാമ കേട്ടോ, കണ്ടോ, ഇതാണ് റെഡ് പനാമ. ഈ പ്ലാന്റ് ഗ്രീൻ പനാമയാണ് കേട്ടോ, കണ്ടല്ലോ. ഇത് റെയർ പ്ലാന്റ് ആണ്, ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇങ്ങനെ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ, ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ ഭംഗി അങ്ങ് പോകും, അത്രയും നല്ല രസമായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ബുഷി പോട്ട് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 8848296441. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കലേഡിയത്തിലേക്ക് പോവാം. ഇതാ, ഈ കലേഡിയത്തിന്, ഇങ്ങനെയുള്ള കലേഡിയങ്ങൾക്ക് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്നില്ല എന്നാണ് ഒരാൾ മെസ്സേജ് ചെയ്തത്. അത് ശരിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആയിട്ടുള്ളൊരു കലേഡി. ഇതിന് 2 വർഷം പഴക്കമുണ്ട് ഈ കലേഡിയം. ഇതിന് ബേബി പ്ലാന്റ് വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നോ, ഇത് നമ്മൾ ചേമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ചേമ്പ് നമ്മൾ നടുന്നത് എങ്ങനെയാണ്, ചേമ്പ് കട്ട് ചെയ്ത്, ചേമ്പ് വിത്ത് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ചാണകത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എന്നിട്ടാണ് നമ്മൾ ചേമ്പ് നടുക. ആ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ കലേഡിയോ. എന്നിട്ട് നമ്മൾ ചാണകത്തിലൊന്നും മുക്കണ്ട, ഇത് പിഴുതെടുത്തിട്ട് ഇതിൻ്റെ ഒരു വിത്ത് പകുതി വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് 2 സൈഡിലും സാഫ് തേക്കുക. സാഫ് ഒരല്പം വെള്ളത്തിൽ കലക്കിയിട്ട് അത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 4-5 ദിവസം ഇതിനെ നമ്മൾ തണലത്ത്, വീട്ടിൽ ഈർപ്പൊന്നും തട്ടാത്തടം വേണം കേട്ടോ, തണലത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വലിയാൻ
അതിനെ അനുവദിക്കുക. അങ്ങനെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നട്ടാൽ ഇതുപോലൊരു പുതിയ പ്ലാന്റിനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതായത് ഈ മദർ പ്ലാന്റിൻ്റെ കിഴങ്ങ് കട്ട് ചെയ്ത് ഞാൻ നട്ടുവെച്ച പുതിയൊരു പ്ലാന്റാണിത്. കണ്ടോ ഇതിൻ്റെ ഹെൽത്ത് കണ്ടോ, കാണാനുണ്ടല്ലോ, കണ്ടോ. ഇതിന് ബേബി പ്ലാന്റ് വരാൻ ഭയങ്കര താമസമാണ്. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പുതിയ പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഞാൻ പഠിച്ച ഒരു പാഠം, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലാന്റിനെ നമുക്ക് കിട്ടും. ഈ പ്ലാന്റിന് ഒരു ബേബി പ്ലാന്റും വരും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ച ഗുണപാഠം. ഓക്കെ, അപ്പോൾ ഈ കലേഡിയം ഉള്ളവർ അങ്ങനെ ചെയ്തോളൂ. കട്ട് ചെയ്തിട്ട് സാഫിൽ മുക്കി ഒരാഴ്ച തണലത്ത് വെച്ച് വെള്ളം വലിഞ്ഞതിന് ശേഷം ധൈര്യമായിട്ട് മണലും ചകിരിച്ചോറും പിന്നെ പെർലൈറ്റോ വെർമിക്കുലേറ്റോ ഉമിയോ ഒരല്പം ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പോട്ടി മിക്സിലേക്ക് നടുക, നട്ടുവെക്കുക. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് നിറയെ വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്ത് തണലത്തേക്ക് മാറ്റി വെച്ച് വെക്കുക. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഉറപ്പായിട്ടും ഇതിന് നാമ്പ് വന്നിരിക്കും. അതുപോലെ തന്നെയുള്ളൊരു പ്ലാന്റാണ് ഇത്. ഈ കലേഡി ഇതിനും തല്ലിക്കൊന്നാൽ ഇതിന് ബേബി പ്ലാന്റ് വരില്ല. ഇത് ഒരു 6 മാസം 7 മാസം ആയ പ്ലാന്റാണ് കേട്ടോ. ഞാൻ ഇനി ഇതിൻ്റെയും കിഴങ്ങെടുക്കാനിരിക്കുകയാണ്. കിഴങ്ങെടുത്തിട്ട് ഇതും കട്ട് ചെയ്ത് വെച്ച് നോക്കാം കിളുക്കുമെന്ന്. എന്തായാലും പ്ലാന്റ് ഇത് കട്ട് ചെയ്താലും പ്ലാന്റ് പോവില്ല, കേടാവില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ബേബി പ്ലാന്റ് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, കാരണം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. എങ്കിലും ഇതിൻ്റെ കിഴങ്ങ് എടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാന്റ് ഈ കലേഡിയെ ഉറപ്പായിട്ടും കിളുക്കും. കാരണം ഈ മദർ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഞാൻ കിളിപ്പിച്ചെടുത്ത പുതിയൊരു പ്ലാന്റാണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് കിളുക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഇതുപോലെയുള്ള പ്ലാന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് ഉറപ്പായിട്ടും ചക്കേന്ന് ബേബി പ്ലാന്റ് വരും കേട്ടോ. എൻ്റെ പൊന്നോ, ഇഷ്ടം പോലെ ബേബി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോ പ്ലാന്റ് വെച്ചിട്ട് പിഴുതിട്ട് ചെറിയ ചെറിയ പോട്ടിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബേബി പ്ലാന്റ് വരുന്നൊരു പ്ലാന്റാണ് ഇതും കേട്ടോ. നമുക്ക് പിഴുത് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് പിഴുത് മാറ്റി വെക്കാം. പിന്നെ വേറെ ഒരു സംശയം ചോദിച്ചത്, ഈ കുഞ്ഞു കലേഡിയത്തിൻ്റെ ഇത് കുഞ്ഞ് പ്ലാന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ചെറുതാണ് കണ്ടോ, ഇതിൻ്റെ നാമ്പ് ചെറുതല്ലേ. ഇത് നിങ്ങൾ പിഴുതെടുത്തിട്ട് ഇത്രയും വലിയൊരു ചട്ടിയിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതായത് 28 കഴിഞ്ഞ കുഞ്ഞിനെ 5 വയസ്സുകാരൻ്റെ നിക്കറിട്ടാൽ എങ്ങനെ ഇരിക്കും? ഒരാൾ ചോദിച്ചൊരു സംശയമാണ്. ഈ ചെറിയ കലേഡിയം ഒരു വലിപ്പമുള്ള പ്ലാന്റ് നമ്മുടെ പോട്ടിലേക്ക് വെക്കാമോ? അതിനുള്ള മറുപടിയാണ് 28 കഴിഞ്ഞ കുഞ്ഞിന് 5 വയസ്സുകാരൻ്റെ നിക്കറിട്ടാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. അതായത് ചെടി ചീഞ്ഞു പോവും, ഉറപ്പായിട്ടും ചീഞ്ഞു പോവും. കാരണം എന്താണ്, ഈ ഒരു കുഞ്ഞു തയ്യ് ഇത്രയും വലിയൊരു പോട്ടിലേക്ക് വെച്ചാൽ ഇതൊരു വെള്ളം കെട്ടിക്കിടക്കും, ഉറപ്പായിട്ടും ഇത് ചീഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നടുമ്പോൾ ചെറിയ ചട്ടിയിലേക്ക് മാത്രമേ നടാവൂ. നട്ട് കിളുത്ത് വന്ന് നന്നേ ഹെൽത്തി ആയിട്ട് വലുതായിട്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ ചട്ടി മാറി അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ചട്ടിയിലേക്ക് നമ്മൾ പ്ലാന്റിനെ വെക്കാം. അതിപ്പോൾ ഏത് ചെടിയായാലും ആ ചെടിയുടെ അനുസരിച്ചിട്ടുള്ള പോട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉറപ്പായിട്ട് ശ്രമിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പോട്ടി മിക്സ് ശ്രദ്ധിക്കില്ലേ, നിങ്ങൾ അഗ്ലോണിമയ്ക്ക് നിങ്ങൾ തലകുത്തി മറിഞ്ഞ് ചോദിക്കും, മണൽ ചേർക്കണം, മണൽ കിട്ടിയില്ല, എവിടെ പോ, അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഉള്ളിടത്ത് പോയി മണൽ എടുക്കും അല്ലേ. അപ്പം അതേ ശ്രദ്ധ തന്നെ പോട്ട് തിരഞ്ഞെടുക്കുന്നതിലും കാണിക്കണം. ചെറിയ ചെടി ഒരിക്കലും വലിയ പോട്ടിലേക്ക് വെക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏകദേശമൊക്കെ സംശയങ്ങളൊക്കെ തീർന്നാണോ വിചാരിക്കുന്നു. വേറെണ്ണം അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങോട്ടൊക്കെ നിറയെ ചെടികൾ വെച്ചേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മതിലേലോട്ട് നോക്കൂ, കണ്ടോ, അതൊരു ചെറിയൊരു കിഴങ്ങ് പൊട്ടിച്ച് വെച്ചതാണ്. പൈപ്പിൻ്റെ സൈഡിലായിട്ട് നോക്കിക്കേ, കണ്ട. ഇതൊക്കെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ചിലപ്പോൾ അഴുകിപ്പോവും. ഇത് കേട്ടോ, അഴുകിപ്പോയാലും നിങ്ങൾ പേടിക്കണ്ട, ആ കിഴങ്ങ് അങ്ങനെ കിടന്നിട്ട് വീണ്ടും അത് കിളുത്ത് വരും കേട്ടോ. ഇതിപ്പം നിങ്ങൾ വെച്ച് കഴിഞ്ഞ് ചിലപ്പം ചട്ടിയിൽ ഒന്നും കാണത്തില്ല, ചട്ടി മാത്രം ഇങ്ങനെ ഇരിക്കും. അയ്യോ ചെടി പോയെന്ന് വിചാരിക്കേണ്ട, ഇതിനകത്ത് ഈ മണ്ണിൽ കിഴങ്ങ് കിടന്ന് ഉറപ്പായിട്ട് ഇത് കിളുത്ത് വരും കേട്ടോ. അങ്ങനെയാണ് ഈ കലേഡിയത്തിനുള്ളൊരു പ്രത്യേകത, അതാണ്. ചേമ്പുമത്ത് കിളുത്ത് വരുന്ന പോലെ ഇത് കിളുത്ത് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഏകദേശ സംശയങ്ങളൊക്കെ തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ 8848296441 ഒരു മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ താങ്ക് യു, ബൈ.